പശ്ചിമേഷ്യ യുദ്ധമുനമ്പിൽ ഇസ്രയേൽ ഇറാൻ പോര് കനക്കുന്നു. രണ്ടാം രാത്രിയും ആകാശത്ത് തീമഴ. ഇറാനിൽ മരണം 100ഓളം. 10 ഇസ്രയേലികളും കൊല്ലപ്പെട്ടു. ഇറാൻ അടങ്ങിയില്ലെങ്കിൽ സർവ്വസന്നാഹവും ഇറക്കി നേരിടുമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. നിലമ്പൂർ വോട്ട് ചെയ്യാൻ 4 ദിവസം മാത്രം. പശ്ചിമേഷ്യൻ സംഘർഷവും ജമാഅത്തെ ഇസ്ലാമിയും അവസാന ലാപ്പിലെ പ്രചാരണ വിഷയം. കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും അകറ്റി നിർത്തിയ ഒന്നാണ് ജമാഅത്തെ ഇസ്ലാമി. മുഖ്യമന്ത്രിയാണ് ആദ്യമായിട്ട് കേരളത്തിൽ അവരെ സ്വാഗതം ചെയ്തു. അവർ നല്ല ആളുകളാണ്, അവരെ കാണാൻ തലയിൽ മുണ്ടിട്ട് പോകണ്ട എന്ന് പറഞ്ഞാൽ അവരെ കാണാൻ പോയ ആള് ഈ പിണറായി വിജയനാണ്. PV അൻവറിന് വോട്ട് ചോദിക്കാൻ ടർഫിൽ ക്രിക്കറ്റ് കളിച്ച് യൂസഫ് പഠാൻ. പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ 3 മണിക്ക്. മാസം തോറും പെൻഷൻ കൃത്യമായി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഇവിടെ നിൽക്കുമെന്നല്ല ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, വർദ്ധിപ്പിക്കും തന്നെയാണ്. ഉചിതമായ സമയത്ത് അതിനാവശ്യമായ തീരുമാനങ്ങളും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ ക്ഷേമ പെൻഷൻ കൂട്ടുമെന്ന പ്രഖ്യാപനവുമായി മുഖ്യമന്ത്രി. നിലമ്പൂരിന്റെ പ്രചാരണ വേദിയിൽ പരാമർശം. തീരുമാനം ഉചിതമായ സമയത്തുണ്ടാകും. ഔദാര്യമല്ലെന്നും സ്വരാജിന്റെ നാട്ടിൽ പിണറായിയുടെ പ്രസംഗം.